പോവാട്ടോ വീട്ടിലോട്ട്. KSRTC പിടിക്കും ചേട്ടാ. നമുക്ക് ഈവനിങ് വ്ലോഗ് ഇടാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഇനി നമുക്ക് കേക്ക് എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലും മനുഷ്യൻ്റെ വീട്ടിലും കൊടുക്കണം. അപ്പോൾ നമുക്ക് കേക്ക് എടുക്കാം. കേക്ക് എടുത്ത് കേട്ടോ. അപ്പോൾ കേക്ക് എടുത്ത് ഇനി നമുക്ക് 2 പേർക്കും കൊടുത്തിട്ട് വരാം. എന്തുവാടാ മുഖത്ത് മൊത്തം ആയല്ലോ അതോ. അങ്ങനെ പോകുന്ന വഴി നമുക്ക് പട്ടിക്ക് ഫുഡ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ കടമ്പനാട് തന്നെ തൊട്ടടുത്തുള്ളൊരു പെറ്റ് ഷോപ്പാണ്. ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചു. പിന്നെ അവൾക്ക് ചെറിയൊരു ബെൽറ്റും കൂടെ വേണമായിരുന്നു. അപ്പം ഞാൻ ബെൽറ്റും കൂടെ ചെറിയൊരു ബെൽറ്റും കൂടെ എടുത്തു കേട്ടോ. അതിടാൻ പറ്റുമോ അല്ലെങ്കിൽ അല്ലാത്തതാ? ആ ചെയിനല്ല മറ്റേ കാത്ത ഒരാളവിടെ നിൽപ്പുണ്ട് സുഹൃത്തുക്കളെ. മുടി ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് എവിടാ വെട്ടുന്നത്? പുതിയ ഇത് വാങ്ങിച്ചടയാക്ക്. ഓ അങ്ങനെ നമ്മൾ വീട്ടിൽ ഒരുപാട് സമയം നിന്നില്ല കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്ന കാര്യം ഭയങ്കര ഇതായിരിക്കും. ഫുഡ് വെക്കാനൊക്കെ എനിക്കൊരു മടിയായിരിക്കും. അവിടെ നല്ല ചീനിയും ബീഫൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചീനി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചീനി കഴിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളൊരു അപ്പൂപ്പൻ്റെ കടയിൽ വന്നു കേട്ടോ. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിന്നല്ല, ഇത് നമ്മുടെ 7 മൈൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അപ്പൂപ്പൻ്റെ കടയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചീനി 2.5 കിലോയ്ക്ക് 100 രൂപ. 2.5 കിലോയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ 50 രൂപയ്ക്കൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ 100 രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് വെട്ടിയൊക്കെ എടുത്ത്. ആദ്യമായിട്ട് ഞാൻ ഈ കടയിൽ വരുന്നത്. പക്ഷേ ഇതൊരു പഴയ നമ്മുടെ പണ്ടത്തെ കടകളൊക്കെ ഇല്ലേ, അപ്പൂപ്പന്മാരുടെ കട. നമ്മുടെ ഈ 7 മൈൽ സൈഡിൽ ഇതുപോലത്തെ കടകളുണ്ട് കേട്ടോ. കാരണം പഴയ ചായ കുടിക്കുന്ന കട, അപ്പൂപ്പൻ. നമ്മൾ വീടെത്തി. പാത്രം കഴുകാനില്ല, ബാക്കി കുറച്ച് ഫുഡ് വെക്കണം. അതൊരു മെയിൻ ജോലിയാണ്. പിന്നെ മീൻ വാങ്ങിച്ചില്ല, പച്ചക്കറി ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ വന്നു, എൻ്റെ പണികളൊക്കെ തുടങ്ങി. പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ സെക്ഷൻ എനിക്ക് നോക്കേണ്ടി വന്നില്ല. പിന്നെ ഞാൻ ചിക്കൻ എടുത്ത് അങ്ങ് ഐസ് മാറാൻ വേണ്ടി വെച്ചു കേട്ടോ. ഈ ഐസ് കട്ട പിടിക്കുന്നത് നമുക്ക് മാറണമെങ്കിൽ ഭയങ്കര ജോലിയാണ്. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഈ പൈപ്പ് വെള്ളം ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഐസ് പെട്ടെന്ന് ഉരുകിപ്പോക്കോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി അങ്ങ് അടുപ്പിട്ട് കേട്ടോ. അരി അടുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു പകുതി ജോലി കഴിഞ്ഞു. പിന്നെ ഞാൻ പിന്നെ ചിക്കനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചീനി വെട്ടുന്ന കർമ്മത്തിലോട്ട് കടന്നു. ചീനി വെട്ടി നമ്മുടെ ഒരുവിധം ഷേപ്പ് അല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ട് ചീനി അങ്ങ് വേവിച്ചു. സാധാരണ ചീനി വെക്കുമ്പോൾ എനിക്ക് 5 മിനിറ്റ് കൂടുതൽ വേണ്ട. പക്ഷേ ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചീനി ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടും ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ്, എന്നും കഴിക്കുന്നതിനേക്കാൾ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് പോലെ. അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ നമ്മുടെ ചിക്കൻ, അതായത് നമ്മുടെ ചീനി സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഒരുവിധം ഞാൻ മറ്റേ മസാലയൊക്കെ പുരട്ടി ഒരു മൂലയിലോട്ടാക്കിയിട്ട് അപ്പം നമ്മുടെ ഒരുവിധപ്പെട്ട പണികളെല്ലാം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് കുറേ, അതായത് ഞാൻ ചിലപ്പോൾ 10:30 ആവും എൻ്റെ ജോലി കഴിയണം. പക്ഷേ ഇന്ന് എൻ്റെ പണി ഒരു 9 മണിയായപ്പം എൻ്റെ എല്ലാ പണികളും തീർന്നു സത്യം.
അങ്ങനെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ അനുചേട്ടൻ ചോറ് വാരി കൊടുത്തു. അപ്പോൾ ഞാനും ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരിയൊക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.